തെരഞ്ഞെടുപ്പിന് പിന്നാലെ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ. ബിജെപിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും മോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്ന് ബിജെപി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 8-ാം തീയതി സത്യപ്രതിജ്ഞ നടത്താനാണ് ബിജെപിയുടെ ആലോചന. വൈകിട്ട് 4 മണിക്ക് ഇന്ത്യ യോഗവും 6 മണിക്ക് ഇന്ത്യ മുന്നണിയുടെ യോഗവും ചേരും. ഇതിനായി നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങി. ഭൂരിപക്ഷമില്ലെങ്കിലും സർക്കാർ രൂപീകരിക്കുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദത്തിൽ തുടർ നീക്കങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. ബിജെപിക്കൊപ്പമുള്ള ചില കക്ഷികളെ അടർത്തിയെടുക്കാൻ ചർച്ചകൾ നടക്കുന്നുവെന്നാണ് സൂചന. You want news always. I am also experienced. I have seen so many political changes in this country. We are in NDA. I am going for NDA meeting. In course of time, anything we'll report to you. Thank you. के खिलाफ वोट किया गया है, संविधान लोकतंत्र को बचाने के लिए वोट किया गया है, तो हमको लगता है कि अभी जनता जो है मालिक है और हम लोगों को अब जो बैठक है शाम में, उसके बाद देखते हैं क्या निर्णय होता है. എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്ക്. ഇനിയുള്ള മണിക്കൂറുകൾ അതീവ നിർണായകം. നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു. കിരൺ, ചന്ദ്രബാബു നായിഡു എൻഡിഎയിൽ ഉറച്ചു നിൽക്കുമോ? നിതീഷ് കുമാർ മറുകണ്ഠം ചാടുമോ? ചോദ്യങ്ങൾ പലതരത്തിൽ വരുമ്പോൾ ഇരുഭാഗത്തു നിന്നും അവകാശവാദങ്ങൾ വരുന്ന ഒരു സാഹചര്യം. അപ്പോഴും ആത്മവിശ്വാസത്തിൽ എൻഡിഎ ഘടകകക്ഷികളെ ചേർത്തുകൊണ്ട് സഖ്യ സർക്കാർ രൂപീകരണത്തിലേക്ക് ബിജെപി കടക്കുമെന്നും യോഗം വൈകുന്നേരം ചേരാനിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിൽക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ പൾസുകൾ ഏത് തരത്തിലാണ്? അപർണ, സ്വാഭാവികമായും ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു തോൽവി അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തേക്ക് ഇരിക്കാം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ മുന്നണി ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ NDA മുന്നണിയിൽ നിന്ന് ചിലരെയൊക്കെ അടർത്തിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പരസ്യമായ നീക്കത്തിലേക്ക് പോയാൽ അതിനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ട് തന്നെ അവർ അത്ര ഒരു പരസ്യ നീക്കം നടത്തുന്നില്ല. പക്ഷേ രഹസ്യമായി അത്തരം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് അത്തരം ചില നീക്കങ്ങൾ പ്രധാനമായും ഈ NDAയുടെ ഭാഗമായ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, JDUവിന്റെ നേതാവ് നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡു, TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും, ഈ 2 പേരെ സംബന്ധിച്ചും 2 പേരും മൂന്നാം മുന്നണിയുടെ നിതീഷ് കുമാർ ആണെങ്കിൽ 2 മുന്നണിയിലും മാറി മാറി പലതവണ ഇരുന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കൃത്യമായ കാരണം ഒന്നും ചാടാൻ വേണ്ടി, മുന്നണി മാറാൻ വേണ്ടി അങ്ങനെ കൃത്യമായ കാരണമൊന്നും അദ്ദേഹത്തിന് പലപ്പോഴും വേണ്ടി വന്നില്ല. അദ്ദേഹം തന്നെ പല കാരണങ്ങൾ പറഞ്ഞ ഇങ്ങനെ മുന്നണി മാറിയിട്ടുള്ള ആളാണ്. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചായാലും അത്തരത്തിൽ പലതവണ മൂന്നാം മുന്നണിയുടെ ഭാഗമാകുകയും NDAക്കൊപ്പം പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ 2 പേരുടെയും വിഷയത്തിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരുമായി ചില ആശയവിനിമയങ്ങളൊക്കെ രഹസ്യമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ. ഈ നേതാക്കൾ ഈ അവസരം വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു എന്നുകൂടി വേണം കരുതാൻ. ഇവർ 2 പേരും തന്നെ ഇപ്പോൾ പരസ്യമായി ഏറെക്കുറെ നിതീഷ് കുമാർ പറഞ്ഞത് ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ NDA രൂപീകരിക്കുമോ ഇല്ലയോ എന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ചന്ദ്രബാബു നായിഡു അങ്ങനെയല്ല. ചന്ദ്രബാബു നായിഡു NDA സർക്കാർ രൂപീകരിക്കുമെന്ന് തന്നെ വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ NDA പക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കാനും അവിടെ നിന്ന് ഈ ബാർഗൈനിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സീറ്റുകൾ അല്ലെങ്കിൽ പരമാവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഈ 2 പേർക്കും ബീഹാറിനായാലും ആന്ധ്രാപ്രദേശിനായാലും സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിൽ ലഭിക്കുന്ന അധികമായ സാമ്പത്തിക വിഹിതം വളരെ വലുതാണ്. അവർക്ക് ആ സംസ്ഥാന സർക്കാരിന് അത്രത്തോളം സാമ്പത്തിക വിഹിതം ലഭിക്കും. ആ ആവശ്യം 2 പേരും അത് ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു അത് ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന് സുപ്രധാന വകുപ്പുകളിലെ സ്ഥാനമാണ്, ഇത് വേണം എന്നുള്ളത് ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്പീക്കർ സ്ഥാനത്തേക്കും അത് വളരെ തന്ത്രപൂർവമായ ഒരു നീക്കമാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നത് BJPയിൽ നിന്നല്ല, അത് JDUവിൽ നിന്നോ TDPയിൽ നിന്നോ ഒരാളാണെങ്കിൽ സ്വാഭാവികമായും കൂറുമാറ്റമടക്കം BJP ചില നേതാക്കളൊക്കെ പലപ്പോഴും ഈ മുന്നണിയിലെ പല പ്രധാനപ്പെട്ട കക്ഷികളെ മുന്നണി അപ്പാടെ നേതൃത്വം ഉടക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ MLA-മാരായാലും MP-മാരായാലും അവരിൽ പകുതി വരെ കൂട്ടുപിടിച്ചുകൊണ്ട് പാർട്ടി പിളർത്തിയുമൊക്കെ എങ്ങനെയാണോ മഹാരാഷ്ട്രയിൽ ശിവസേനയും NCPയെയും പിളർത്തിയത് ആ മട്ടിലുള്ള പ്രവർത്തനമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീക്കർ സ്ഥാനം സ്വന്തമായി കയ്യിലുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഫലപ്രദമായി തടയാൻ കഴിയും, അല്ലെങ്കിൽ കൃത്യമായി അയോഗ്യരാക്കാൻ കഴിയും. അത് വളരെ നിർണായകം തന്നെയാണ്. ഇത്തരം ഒരു സാധ്യത മുന്നിൽ കണ്ടാണ്. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് ഒരു രാജ്യസഭയുടെ സ്പീക്കർ അല്ലെങ്കിൽ ലോക്സഭയുടെ സ്പീക്കർ സ്ഥാനം കിട്ടുന്നത് ഒരു വലിയ സ്ഥാനമൊന്നുമല്ല. അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മന്ത്രിയെ പോലുള്ള അധികാരമോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് എന്തെങ്കിലും അവരുടെ സ്വന്തം സംസ്ഥാനത്തിലെ ഏതെങ്കിലും വിഷയത്തിൽ വികസന പ്രവർത്തനത്തിന് സഹായിക്കാനോ ഒന്നും കഴിയുന്നതെന്നല്ല. ഒരു പദവി എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു അധികാരസ്ഥാനം നേരിട്ടില്ല. പക്ഷേ ആ പദവി വളരെ നിർണായകമായി കാണുന്നതിനർത്ഥം BJPയിൽ നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാവും എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ അതിനെ ചെറുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഇനി നിതീഷ് കുമാർ ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും 2 പേരും തന്ത്രജ്ഞന്മാരായ രാഷ്ട്രീയ നേതാക്കളാണ്. അവർ ഇന്ത്യ മുന്നണിയുടെ ഈ ക്ഷണം പൂർണ്ണമായി തള്ളിക്കളയാൻ നിന്നുകൊണ്ട് പരമാവധി ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പരമാവധി നേട്ടങ്ങൾ
NDAയിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടക്കുക. കിരൺ, പ്രധാനമായിട്ടും സർക്കാർ രൂപീകരണം എന്നത് തന്നെ പ്രധാനപ്പെട്ട അജണ്ട. അതിലേക്ക് ഏത് തരത്തിലുള്ള നീക്കങ്ങളും സ്വീകരിക്കുക എന്നുള്ള ഒരു സ്റ്റാൻഡിൽ BJP നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരാകും കിങ് മേക്കർ എന്നൊരു ചോദ്യം വരുന്നു. ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാർ ആണെങ്കിലും വലിയ രീതിയിലുള്ള വിലപേശലുകൾ നടക്കുന്ന ഒരു സമയം. ഈ നേരത്തെ പറഞ്ഞതുപോലെ കിരൺ തന്നെ പറഞ്ഞതുപോലെ ആ രീതിയിലുള്ള വകുപ്പുകൾ, ആ രീതിയിലുള്ള പദവികൾ ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് അതിലേക്ക് എത്രത്തോളം വഴങ്ങാൻ BJP തയ്യാറാകും? അത് ആ പാർട്ടിയുടെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിട്ടുകൊടുക്കലിന് BJP തയ്യാറാകുമോ? ആ വിലപേശൽ BJP ഇനിയും നടക്കാൻ പോകുന്ന യോഗത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും? അതെല്ലാം നിർണായകമാവുകയാണ്. ആ ഒരു സ്റ്റാൻഡ് BJP ഏത് തരത്തിൽ എടുക്കാനായിരിക്കും സാധ്യത? അപർണ, കഴിഞ്ഞ 10 വർഷം കണ്ട BJP അല്ല ഇന്നലെ മുതൽ ഉള്ള BJP. ആ കഴിഞ്ഞ 10 വർഷവും BJPക്ക് സ്വന്തം നിലയിൽ ആധിപത്യം ഉണ്ടായിരുന്നു, സ്വന്തം നിലയിൽ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു, സ്വന്തം നിലയിൽ മറ്റേത് ഘടകകക്ഷി പിണങ്ങിപ്പോയാലും അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത ഭൂരിപക്ഷം BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി BJPക്ക് ആ അപ്രബാധിത്യം, എന്ത് തീരുമാനം സ്വയം എടുക്കാനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ കൂടെ നിൽക്കാം, അനുസരിച്ച് കൂടെ നിൽക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെടുക്കാൻ കഴിയില്ല. ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാണ്. ചന്ദ്രബാബു നായിഡുവിനെ ആയാലും നിതീഷ് കുമാറിനെ ആയാലും പിണക്കാൻ കഴിയില്ല. അവർ രണ്ടുപേരും BJPക്കൊപ്പം നിന്ന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ രണ്ടുപേരും സ്വാഭാവികമായും കണക്കാക്കുന്നത് ഞങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് BJPക്ക് അവിടെ ഈ നേട്ടമുണ്ടായത്, ഞങ്ങൾ മറുഭാഗത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നേട്ടം ഉണ്ടാകുമായിരുന്നില്ല എന്നതുകൂടി അവർ ഓർമ്മിപ്പിക്കും. സ്വാഭാവികമായും അവർ BJPയെ പോലെ തന്നെ BJPയിലെ ഇപ്പോഴത്തെ പ്രധാന നേതാക്കളൊക്കെ കളിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പടി കൂടി കൂടുതൽ ഇത്തരം രാഷ്ട്രീയ കളികൾ പല ഘട്ടത്തിലായി കളിച്ചിട്ടുള്ളവരും അതിലൊക്കെ വിജയിക്കുകയും പലപ്പോഴും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത വലിയ അനുഭവ പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഈ ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് കുമാർ ആയാലും. ചന്ദ്രബാബു നായിഡു ഒക്കെ മൂന്നാം മുന്നണിയുടെ തുടക്കകാലത്ത് അതിന്റെ രൂപീകരണത്തിലൊക്കെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച ആളാണ്. അവിടെ നിന്ന് ഒറ്റച്ചാട്ടത്തിന് NDAയിലേക്ക് പോയ ആളാണ്. വീണ്ടും തിരിച്ച് മൂന്നാം മുന്നണിയിലേക്ക് വരികയും അങ്ങനെ കാലാകാലങ്ങളിൽ ഏത് രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ ഏത് മുന്നണിയാണോ ഏത് സംവിധാനമാണോ പ്രയോജനപ്പെടുക അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തുകയും കനത്ത നേട്ടങ്ങൾ ഉണ്ടാക്കുകയും കനത്ത തിരിച്ചടികൾ നേരിടുകയും അതിനെ മറികടന്ന് വീണ്ടും ആന്ധ്രാപ്രദേശിൽ മടങ്ങി വരികയും ഒക്കെ ചെയ്ത ആളാണ് ചന്ദ്രബാബു നായിഡു. അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് കുമാർ ആയാലും BJPക്ക് കഴിഞ്ഞ തവണത്തെ പോലെ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. എങ്ങനെയാണോ UPA സർക്കാരിൻ്റെ ഒക്കെ കാലത്ത് കോൺഗ്രസിന് ഈ പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇവരൊക്കെ കൂട്ടിയോജിപ്പിക്കേണ്ടി വന്നത്, അത്തരം കാര്യങ്ങളിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇവർക്ക് ചില കാര്യങ്ങൾക്കൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പൂർണ്ണമായും ഇവരെ തള്ളിക്കളഞ്ഞാൽ ഇവർക്ക് മറുകണ്ഠം ചാടുന്നതിന് യാതൊരു മടിയുമില്ല, അല്ലെങ്കിൽ മറുകണ്ഠം പോകുന്നതിന് അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ യാതൊരു തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഒപ്പം നിർത്തുക എന്നുള്ള വലിയ വെല്ലുവിളിക്ക് മുന്നിൽ കൂടിയാണ് BJP ഇപ്പം നിൽക്കുന്നത്. കിരൺ, ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, നമുക്ക് രണ്ടായി തന്നെ വേർതിരിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമല്ല താൻ NDAയ്ക്കൊപ്പം നിൽക്കുമെന്ന് ചന്ദ്രബാബു നായിഡു ആവർത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, ഏറ്റവും പുറത്ത് വന്നിരിക്കുന്ന പരാമർശവും അത് തന്നെയാണ്. അതേസമയം നിതീഷ് തേജസ്വി യാദവിനൊപ്പം യാത്ര ചെയ്ത ചിത്രങ്ങളടക്കം തേജസ്വിയുടെ വലിയ ആത്മവിശ്വാസത്തോടെയുള്ള പരാമർശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ നിന്ന് KC വേണുഗോപാലും ഒപ്പം DK ശിവകുമാറും ഒക്കെ ഇവരുമായിട്ട് ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുപേരെയും ഒരുമിച്ച് പാളയത്തിൽ എത്തിക്കുക മാത്രമാണ് മുന്നിലുള്ള വഴി. പക്ഷേ ഇതിനകത്ത് ഒരു വിഭാഗം NDAയ്ക്കൊപ്പവും ചന്ദ്രബാബു നായിഡു NDAയോട് പരസ്യമായി ഒരു അനുകൂല നിലപാട് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ നിതീഷിന്റെ കാര്യത്തിൽ ഒരു ചാഞ്ചാട്ടമുണ്ടോ? അങ്ങനെ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ടോ? അപർണ, നിതീഷിന്റെ വിഷയത്തിലായാലും ചന്ദ്രബാബു നായിഡുവിന്റെ കാര്യത്തിലായാലും അത്ര ഒരു ചാഞ്ചാട്ടത്തിനുള്ള സാധ്യത ഇന്ത്യ മുന്നണി പ്രധാനമായും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആകെ ഒരു ഇപ്പോഴത്തെ നില പരിശോധിച്ച് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള സാധ്യതകളാണുള്ളത്. ഒന്ന്, ഇന്ത്യ മുന്നണി ആത്മാർത്ഥമായി തന്നെ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമം നടത്തുകയും ചെയ്യുന്നു എന്ന് കരുതുക. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് അങ്ങനെ ഒരു പരിശ്രമം നടത്തുന്നില്ല എങ്കിലും ഞങ്ങൾ പരിശ്രമം നടത്തുന്നു, അപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും സുഗമമായ ഒരു സർക്കാർ രൂപീകരണത്തിന് BJP തടസ്സമുണ്ടാകും. ആ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരാം. മൂന്നാമത് ഇനി ഒരു ഘടകമെടുത്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ പോകും, ഇന്ത്യ മുന്നണി വിളിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ പോകും എന്നത് കാട്ടിക്കൊണ്ട് ചന്ദ്രബാബു നായിഡു ആയാലും നിതീഷ് കുമാർ ആയാലും BJPയുമായി വിലപേശുക. ഇങ്ങനെയുള്ള 3 സാധ്യതകൾ, ചിലപ്പോൾ ഈ 3ഉം കൂടി ചേരുന്ന ചില സാധ്യതകൾ അടക്കം രാഷ്ട്രീയമാണ്. അതിനെ സംബന്ധിച്ച് ഒന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സമർത്ഥമായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നാലും മറ്റ് ഈ 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഭാഗത്തു നിന്നാലും ഉണ്ട്. ഇനി ഒരാൾ വരുന്നില്ല,
ആയിരുന്നില്ല. ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ തകർച്ചയിൽ നിന്നാണ് YSRCP എന്ന അവിടെ ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ആന്ധ്രയുടെ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയെ അവിടെ തകർക്കാൻ സഹായിച്ചത് BJP ആണ്. ചന്ദ്രബാബു നായിഡുവിനെതിരെയുള്ള നിരവധി കേസുകൾ, അഴിമതി കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലടക്കം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ BJPയുമായി ഒന്നുകിൽ അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടാക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആ ഒരു ധാരണ എന്തായാലും അവസാനം ഗുണപ്പെട്ടു. അത് ചന്ദ്രബാബു നായിഡു തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത്. നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി BJPയിൽ നിന്ന് തൽക്കാലം പോകാനുള്ള സാധ്യത അങ്ങനെ ആലോചിച്ചാൽ അത് കുറവാണ്. ഇനി അതല്ല, ഈ ഇന്ത്യ മുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഇവിടെ ഭരണം ഉറപ്പിക്കുകയും ചെയ്യാം. കേന്ദ്രത്തിൽ സ്വാഭാവികമായും ചില മന്ത്രിസ്ഥാനം കൊണ്ട് കിട്ടിയാൽ കൂടുതൽ സംസ്ഥാനത്തിന് വേണ്ടി കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനൊക്കെ കഴിയും. അങ്ങനെ ഒരു മറിച്ചൊരു ചിന്ത ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. നിതീഷ് കുമാറിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട വിഷയം, നിതീഷ് കുമാറിന് BJP പിന്തുണ പിൻവലിച്ചാൽ RJDയും കോൺഗ്രസും പിന്തുണ കൊടുക്കുകയും അവിടെ RJDയും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി നിതീഷിനെ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും വേണം. അപ്പോൾ നിതീഷ് കുമാറിന് മാറിയിട്ട് മറ്റൊരാളെ JDUവിന്റെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുകയും നിതീഷ് കുമാറിന് അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഇനി പ്രധാനമന്ത്രി സ്ഥാനം അങ്ങനെ ആലോചിച്ചാൽ അങ്ങനെയൊക്കെ സ്ഥാനം നൽകണോ എന്നുള്ള ആ ഒരു ഓഫറൊക്കെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് അങ്ങനെ അത് സേഫ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് സേഫാണ്. ഇതുവരെയുള്ള നിതീഷിന് എല്ലാ ചാട്ടം നോക്കിയാലും അറിയാം, നിതീഷ് ഒരിടത്തുനിന്ന് ചാടി മറുമുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സേഫ് ആയെന്ന് ഉറപ്പിക്കും. അങ്ങനെ സേഫ് ആണെന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നിതീഷ് ചാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. റൈറ്റ്. അതോടൊപ്പം തന്നെ കിരൺ, ഇനിയിപ്പോൾ NDAയുടെ ആത്മവിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് ഒരു സർക്കാർ രൂപീകരണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നൊരു വിശകലനങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJPയുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട മാറ്റം ഉണ്ടാകുമോ? ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ടായ തിരിച്ചടി, മോദി പ്രഭാവം മങ്ങിയെന്നുള്ള ഒരു തിരിച്ചറിവ്, സ്വാഭാവികമായിട്ടും ഈ അധികാരം വരുമ്പോൾ തന്നെ അതിലെ ഒരു ഹൈറാർക്കി മാറാനുള്ള സാധ്യത ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും പ്രവചിക്കപ്പെടുന്നുണ്ടോ? അപർണ, രണ്ട് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം BJPയെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. ഒന്ന്, മോദി തരംഗം എന്നത് രാജ്യത്ത് എവിടെയും ഉണ്ടായിട്ടില്ല. രണ്ട്, മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന അജണ്ട രാജ്യത്ത് വർക്ക് ചെയ്തിട്ടില്ല. BJPക്ക് ഇപ്പോൾ ഘടകകക്ഷികളുടെ സഹായത്തോടുകൂടി, NDAയിലെ കക്ഷികളുടെ സഹായത്തോടുകൂടി അനായാസം ഭരിക്കാൻ കഴിയുന്ന ഈ 292 എന്ന് പറയുന്ന മാന്യമായ ഒരു ഭൂരിപക്ഷമുണ്ട്. അവിടെ ഭരണം സാധ്യമാകും. പക്ഷെ അവിടെ കഴിയാത്ത ഒരു കാര്യം, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നതാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ BJPക്ക് ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചതും കശ്മീരിന്റെ 300 പ്രത്യേക പദവി മാറ്റിയതുമൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളിൽ സ്വാഭാവിക, ഇപ്പോൾ CAA നടപ്പാക്കുന്ന വിഷയത്തിൽ നിതീഷ് കുമാർ ഉണ്ടെങ്കിൽ നിതീഷ് കുമാറിനെ ഒപ്പം നിർത്തിക്കൊണ്ട് CAA നടപ്പാക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അദ്ദേഹം മറിച്ചൊരു സ്റ്റാൻഡ് എടുക്കും, ഞങ്ങൾ ഇത് പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കും. അങ്ങനെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മറുകണ്ഠം ചാടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ BJP ഇനിയിപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞാൽ, BJPയെ സംബന്ധിച്ച് ഒരു വിശാലമായ സംഘപരിവാർ അജണ്ട എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ചില ഭേദഗതികൾ എന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഇത്തരം അല്ലെങ്കിൽ വോട്ടാവുന്ന പ്രധാനപ്പെട്ട അജണ്ടകളൊക്കെ അവർ ഏറെക്കുറെ നടപ്പാക്കി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കാര്യമായി ഉയരുന്നില്ല. BJPക്ക് അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടാവുകയും ഇങ്ങനെ ഒരു ഭരണം ലഭിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ നിതീഷ് കുമാറിനും കഴിയും, അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിനും കഴിയും. അവർ രണ്ടുപേർക്കും സംസ്ഥാന ഭരണം കൂടുതൽ സുഗമമായി കൊണ്ടുപോകാനും കഴിയും. അതുകൊണ്ട് അവർ റിസ്ക് എടുക്കാനുള്ള സാധ്യത സ്വാഭാവികമായും കുറവാണ്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള അതിനപ്പുറത്തേക്കുള്ള നേട്ടങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുകയോ ഉണ്ടാകുമെന്ന് അവർക്ക് ബോധ്യപ്പെടുകയോ ഒക്കെ വേണം. BJPയെ സംബന്ധിച്ച് എന്തായാലും ഇവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ സുപ്രധാന വിഷയങ്ങളിൽ ഇനി തീരുമാനമെടുക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് BJP കടക്കുമ്പോഴും ദക്ഷിണേന്ത്യയിൽ BJP ഉണ്ടാക്കിയ നേട്ടം, നേരത്തെ തന്നെ ദക്ഷിണേന്ത്യയിലെ 129 സീറ്റുകൾ നോക്കിക്കണ്ടുകൊണ്ട് നടത്തിയ പ്രചാരണം, അതിൽ BJP കടന്ന ആ ഒരു നേട്ടമുണ്ട്. അത് ദക്ഷിണേന്ത്യയെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ, കേരളത്തിലടക്കമുള്ള വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളടക്കം കൂടുതൽ കൃത്യമായി പ്രചാരണം നടത്താൻ, കൂടുതൽ ആഴത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ, ആ തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് കടക്കാൻ കൂടി BJP ഒരു തീരുമാനമെടുക്കുകയില്ലേ? ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യത അത് ഏത് തരത്തിൽ കൂടിയായിരിക്കും കേന്ദ്ര നേതൃത്വം ആലോചിക്കുക? പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ വിലയിരുത്തിയാൽ കൃത്യമായും കുറെ കൂടി വ്യക്തമായും ബോധ്യമാവുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ കടന്നു കയറാൻ പ്രയാസമുള്ള സംസ്ഥാനങ്ങളിലേക്ക്, ദക്ഷിണേന്ത്യയിലേക്ക് തുടർച്ചയായി നരേന്ദ്രമോദി വരികയും ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുകയും ഒക്കെ ചെയ്തത്. ബംഗാളും അങ്ങനെയാണ് കണ്ടത്. അവിടെ തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ ഇടിച്ചു കയറാൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. BJP അത്തരത്തിലുള്ള വലിയ പരീക്ഷണങ്ങളൊക്കെയാണ് ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ നടത്തിയത്. കേരളത്തെ സംബന്ധിച്ച് അവർക്ക് അക്കൗണ്ട്
തുറക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ആ ഒരു ബോധ്യമുണ്ട്. പക്ഷേ അങ്ങനെയല്ല. തമിഴ്നാടിനെ സംബന്ധിച്ചായാലും ബംഗാളിനെ സംബന്ധിച്ചാലും അവിടെ കൃത്യമായി പ്രവർത്തിച്ചാൽ, അവിടെ ഒരു ഹിന്ദുത്വ അജണ്ട വർക്ക് ചെയ്താൽ, ഒരു ഹിന്ദുത്വ വികാരത്തിലേക്ക് അവിടുത്തെ ജാതി സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവിടെ ഹിന്ദുത്വ വികാരം ഇളക്കിക്കൊണ്ട് ഒരു വലിയ നേട്ടമുണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട് അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് BJPയെ നിലംപരിശാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ BJP പോലും തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവർ 10 സീറ്റ് 15 സീറ്റ് എന്നൊക്കെ പറയുമ്പോഴും 4-5 സീറ്റെങ്കിലും കിട്ടും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് അവരെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നിലംപരിശാക്കി വിട്ടത്. ആകെ ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒന്ന് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ആ ഭരണത്തിനെതിരെ വികാരമില്ലാത്തപ്പോഴും കർണാടകയിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. 20 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ 28 സീറ്റുകൾ അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് BJPയെ സംബന്ധിച്ച്. മറ്റൊരു തന്ത്രപരമായ നീക്കത്തിലൂടെ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ TDPയുമായി ഉണ്ടാക്കിയ സഖ്യം NDAക്ക് വലിയ നേട്ടമാണ്. BJPയേക്കാളേറെ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ തെലങ്കാനയാണ്. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ 4 സീറ്റ് മാത്രമായിരുന്നെങ്കിൽ അത് TRS തകർന്നപ്പോൾ ആ TRSന്റെ ഒരു ഭാഗത്തെ വോട്ടെങ്കിലും സ്വന്തം പോക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ട് അത് 8 സീറ്റാക്കി ഉയർത്താൻ കഴിഞ്ഞതും BJPയെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. അത് ഈ ദീർഘകാലമായി അവർ ശ്രദ്ധിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ തുടർച്ചയായ പരിശ്രമത്തിന്റെ കൂടി ഫലമാണ് ദക്ഷിണേന്ത്യയിൽ ഈ തരത്തിൽ അവർക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. റൈറ്റ്. ഇനി ഒറ്റ കാര്യം കൂടി കിരൺ, അതായത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഉണ്ടായിട്ടുള്ള ആ വിജയം അത് അധികാരം കിട്ടുന്നില്ലെങ്കിൽ പോലും, സർക്കാർ രൂപീകരണത്തിനുള്ള ഒരു സാധ്യത ഇല്ലെങ്കിൽ പോലും വളരെ വലിയ വിജയമായിട്ട് കണക്കാക്കുന്ന ഒരു സാഹചര്യം, ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് തുടരുക, അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ ഏത് തരത്തിലായിരിക്കും, അതിൻ്റെ അമരക്കാരായിരിക്കും, ആ തരത്തിലുള്ള ചർച്ചകളും ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയിൽ ഇനി അവസാന ഘട്ടത്തിലായിരിക്കും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുക. അതിലെന്തെങ്കിലും ഒരു പക്ഷേ ഇതുവരെയുള്ള പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി എന്തെങ്കിലും പ്രവചിക്കേണ്ടതായിട്ടുണ്ടോ, വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ടോ? കൂടുതൽ ഈ സമാജ്വാദി പാർട്ടി അടക്കമുള്ളവയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം വരുന്ന തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? അപർണ, എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നിലവിൽ ഈ സർക്കാർ രൂപീകരണത്തിലുള്ള സാധ്യതകൾ ആരായുക എന്നത് തന്നെയാണ് അവരുടെ പ്രഥമ പരിഗണന. അല്ലെങ്കിൽ അനായാസം BJP സർക്കാർ രൂപീകരിക്കുന്നതിന് ചില തടസ്സങ്ങളെങ്കിലും ഉണ്ടാക്കുക, അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അതിനുള്ള ശ്രമമാവും. അത് കഴിഞ്ഞിട്ടാവും പ്രതിപക്ഷം എന്നുള്ളത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിരിക്കുന്നതിന് ഈ പറയുന്നത് പോലെ അവിടെ വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനം മാത്രമാണുള്ളത്. അത് സ്വാഭാവികമായും 99 സീറ്റുള്ള കോൺഗ്രസിനാണ്. കോൺഗ്രസ് ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്ക് കൊടുത്താൽ അത് ആർക്ക് കൊടുക്കണമെന്നുള്ള, സമാജ്വാദി പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയും ആ തരത്തിലേക്ക് ഉള്ളതില്ല. അവർ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അത് സാധാരണഗതിയിൽ ഉണ്ടാവാൻ പ്രയാസമുള്ള ഒരു തീരുമാനമാണ്. ഭരണം വരുമ്പോൾ അതിൽ ഉണ്ടാകാവുന്ന തർക്കങ്ങൾ പോലെ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ പോലെ പ്രതിപക്ഷ നിലയിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സ്ഥാനം മാത്രമാണുള്ളത്. അതിൽ ആർക്ക് വേണമെന്നുള്ളത് പ്രധാനമായും കോൺഗ്രസിന് തന്നെ വരാൻ തന്നെയാണ് സാധ്യത. ഇനി മറിച്ചൊരു തീരുമാനം കോൺഗ്രസും എല്ലാവരുടെ ചേർന്ന് മറ്റൊരാളെ നേതാവായി തീരുമാനിച്ച് അവതരിപ്പിക്കണമെന്നുള്ളതൊക്കെ. എന്നാൽ തൽക്കാലം ആ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. ദേശീയ രാഷ്ട്രീയം ഏത് തരത്തിൽ വിശകലനങ്ങൾ നൽകിയതാണ് കിരൺ ബാബു വിശദമായിട്ട്. തെരഞ്ഞെടുപ്പ് ഫലം മോദി സർക്കാരിന് എതിരാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. ജനാധിപത്യത്തിന് അനുകൂലമായാണ് ജനം വിധി എഴുതിയത്. ജനങ്ങൾക്ക് NDAയിൽ വിശ്വാസമില്ലെന്നും യെച്ചൂരി പറഞ്ഞു. ये एक बहुत भारी पिछले कुछ धक्का है भाजपा को और खासतौर से मोदी जी को, कि जो इतना घमंड से कहे जा रहे थे कि अब की बार 400 पार, और उनको अपनी बहुमत भी नहीं मिली जो 2004 में 14 में और 2019 में उनके पास था, वो भी आज हासिल नहीं कर पाए. तो उनके लिए एक बहुत बड़ा सेटबैक है. और दूसरी ओर से ये एक बहुत बड़ी उपलब्धि है कि लोग, देश के लोग और वोटर खास तौर से अपने देश के संविधान, देश के अंदर जनतंत्र और लोगों की जनवादी अधिकार और रोज़मर्रा ज़िंदगी की समस्याओं को हल करने के लिए वो ये वोट डाला. और इसका अब कदर करनी चाहिए सरकार जब बनेगी. ये बहुत बड़ी उपलब्धि है आज इस चुनाव का. भाई मैंडेट का मिला सरकार को, कोalition मिली है, BJP को मैंडेट नहीं मिला ना. तो मैंडेट मिला है NDA को, तो गठबंधन की सरकार चलेगी. अभी तक जो वो 62 में जो था वो जो है एक सिंगल पार्टी की सरकार थी. अब ये कोएलिशन है. अब ये तो खैर इनकी आदत है, मतलब तोड़ मरोड़ के पेश करना. लेकिन ये बात ठीक है, उनके NDA की जीत हुई. लेकिन उसलिए हम कह रहे हैं सेटबैक है BJP को और खास तौर से मोदी जी को, कि जो
वो आंकड़े लेकर वो चले थे इस चुनाव में, और जिस घमंड के साथ कह रहे थे कि ये हासिल होगा, वो नहीं हो पाया। ബി.ജെ.പി സർക്കാരിന് ലഭിച്ചത് പരാജയം പോലെ തോന്നുന്ന വിജയമാണെന്ന് ശശി തരൂരിന്റെ പ്രതികരണം. കോൺഗ്രസിന്റേത് വിജയം പോലെ തോന്നാവുന്ന പരാജയമാണെന്നും ശശി തരൂർ പറഞ്ഞു. ബി.ജെ.പിക്ക് ഒരിക്കലും പിന്നെ അവരുടെ കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് ഇത്ര വലിയൊരു വീഴ്ചയുണ്ടാവും. 203 അവർ വീണിരിക്കുന്നത് 241 2 അത് വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ അവർക്ക് ഇനി അത്ര എളുപ്പത്തിൽ പിന്നെ ഘടകകക്ഷി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല.